ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കും മീൻകറിയാണ്. അത് മീന് മോതാനാണ്. 1/2 കിലോ മോത. അത് വെട്ടി കഴുകി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി അടക്കാം. ചട്ടി അടക്കം വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് രുചിയെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി, എണ്ണ ചൂടാകട്ടെ. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ കടുക് അങ്ങോട്ട് കടുകിടാം. കടുക് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ ശാല ഉലുവ അതിനുമ്പോൾ ഉലുവാപ്പൊടി ഉണ്ട്. എന്നാലും ശാല ഉലുവ അങ്ങോട്ട് നമുക്ക് ഈ കടയിനകത്തോട്ട് ഇടാം. 2 ഉലുവ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഉലുവാപ്പൊടി നമുക്ക് ഇടാം. നമുക്ക് കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഈ പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഉരുവായി വിടുമ്പോൾ നല്ലപോലെ ഒന്ന് കൂട്ടിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പച്ചമുളക്, ഇഞ്ചി, ഇളക്കണം. കരിവേപ്പിലയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇടാം. ഇതൊക്കെ എല്ലാം ഒന്ന് മൂത്തിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി അങ്ങോട്ട് ഇടാം. മുളക് പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. മുളക്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഇതിനകത്തോട്ട് പുളി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പൊന്നാകുമ്പോൾ വെള്ളം ഒഴിക്കാം. പിന്നെ അതോടെ ശകലം ഉലുവ ഇട്ട് ഉലുവാപ്പൊടി നമ്മൾ ഇട്ടതാ. എന്നാലും ശകലം ഉലുവാപ്പൊടി ഇടണം. ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാവേ. ഇതൊന്ന് തിളച്ചിട്ട് ഈ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ മീൻ കഴുകി വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇടാം. അരപ്പ് തിളച്ച്
ഇട്ടാലേ അതിനൊരു രുചി വരുള്ളൂ. അല്ലാതെ അതെല്ലാം അരപ്പൊക്കെ പിടിക്കണം, നല്ലപോലെ വേകണം. പിന്നെ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം, വേഗം അടപ്പെടുത്ത് മീനൊന്ന് നോക്കാം. മീൻ ഇട്ടിട്ടുണ്ട്. മീനൊന്ന് ഇടിച്ച് നോക്കാം. വരുന്നുണ്ട്. നമ്മുടെ മോദക്കറി മീൻകറി റെഡി ആയിട്ടുണ്ട്. മോദ മീൻകറി റെഡിയായി. കപ്പപ്പുഴുക്കും മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം, ഇത് ഉണ്ടാക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി കാണണം. ഞങ്ങളുടെ കോട്ടയം മീൻകറിയാണ് കപ്പപ്പുഴുക്കും. എല്ലാവരും ഈ കപ്പപ്പുഴുക്കും മീൻകറി ഒന്ന് കഴിച്ച് നോക്കണം, ഉണ്ടാക്കി കാണണം.